വാർത്തകൾ തുടരുന്നു. കൊൽക്കത്തയിലെ ആർജി കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് വിധി പറയും. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അനിൽ ഭാർദാസാണ് വിധി പുറപ്പെടുവിക്കുക. വാർത്തയുടെ വിവരങ്ങളുമായി മേഘ PV ചേരുന്നു. മേഘ, ഏറെ സംഘർഷത്തിനെല്ലാം ഇടയാക്കിയ ഒരു ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ ഇന്ന് വിധി പറയുക. വിവരങ്ങൾ എങ്ങനെയാണ്? കൊൽക്കത്തയിലെ ആർജി കർ മെഡിക്കൽ കോളേജിൽ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് യുവ ഡോക്ടർ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് കൊൽക്കത്ത വിചാരണ കോടതി വിധി പറയുക. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഡോക്ടറെ ഇങ്ങനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഡോക്ടറുടെ മൃതദേഹം ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയപ്പോൾ തന്നെ ഡോക്ടറുടെ കണ്ണിനും വായിലുമെല്ലാം രക്തം വരുന്ന രീതിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വകാര്യ ഭാഗങ്ങളിലും ഗുരുതരമായ പരിക്കുണ്ട് എന്ന് ഒരു ഇതായിരുന്നു വന്നിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കൂടാതെ കഴുത്തിനും കൈകാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റിരുന്നു. കേസിലെ ഏകപ്രതിയായ ആശുപത്രി ജീവനക്കാരനായ സഞ്ജയ് റോയ് കൃത്യം നടത്തിയ ശേഷം വീട്ടിൽ വന്ന് താമസ സ്ഥലത്ത് വന്ന് കേസിലെ തെളിവുകൾ നശിപ്പിക്കുന്നതിനായി രക്തക്കറകൾ കഴുകിക്കളഞ്ഞിരുന്നു. പക്ഷേ ഈ കേസിലെ പ്രധാനമായി നിർണായകമായ ഒരു വഴിത്തിരിവായത് ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഇയാളുടെ ഷൂവിലെ രക്തക്കറയാണ്. അതുമാത്രമല്ല, സംഭവ സ്ഥലത്തും സെമിനാർ ഹാളിൽ നിന്നും ഇയാളുടെ ഹെഡ്സെറ്റും CCTV ദൃശ്യങ്ങൾ കൂടി ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി വന്നിരുന്നു. ആദ്യം ഈ കേസ് അന്വേഷിച്ചത് കൊൽക്കത്ത പോലീസാണ്. തുടർന്ന് CBIക്ക് കൈമാറുകയായിരുന്നു. കൊൽക്കത്ത പോലീസ് അന്വേഷിച്ചപ്പോൾ സഞ്ജയ് റോയിയെ തന്നെയാണ് ഏക പ്രതിയായി കേസിൽ കണ്ടെത്തിയത്. തുടർന്ന് CBIക്ക് അന്വേഷണം വിട്ടപ്പോഴും CBIയും ഈ സഞ്ജയ് റോയിയെ തന്നെയാണ് കേസിലെ ഏക പ്രതിയായി കണ്ടെത്തിയത്. രാജ്യവ്യാപകമായി ഈ ബലാത്സംഗത്തെ തുടർന്ന് രാജ്യവ്യാപകമായി വലിയ രീതിയിലൊരു പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വി വാണ്ട് ജസ്റ്റിസ് എന്ന പ്ലക്കാർഡുകളുമായി ഡോക്ടർമാർ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു കാഴ്ചയാണ് രാജ്യം കണ്ടത്. അത്രയും വലിയൊരു നിഷ്ക്രൂരമായ ഒരു ബലാത്സംഗം തന്നെയായിരുന്നു കൊൽക്കത്തയിൽ നടന്നിരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്കുമെതിരെ വളരെ രൂക്ഷമായ വിമർശനമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. തൂക്കുകയർ വാങ്ങിത്തരുമെന്ന ഒരു ഉറപ്പ് ആ സമയം ഈ ബലാത്സംഗം നടത്തി ഈ യുവ ഡോക്ടറെ കൊന്ന സാഹചര്യത്തിൽ പ്രതിക്ക് തൂക്കുകയർ വാങ്ങിത്തരുമെന്നൊരു ഉറപ്പ് മമതാ ബാനർജി അന്ന് നൽകിയിരുന്നു. കൂടാതെ ഈ ആർജി കർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ സന്ദീപ് ഘോഷിനെയും ആ സമയത്ത് ഈ കേസിൽ പ്രതിക്ക് സന്ദീപ് ഘോഷിനും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ CBI അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഇയാളെ വിടുകയായിരുന്നു. ഈ പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിൽ കോളേജിലെ പ്രിൻസിപ്പളായ സന്ദീപ് ഘോഷ് രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു നിഷ്ക്രൂരമായ വളരെ നീചമായ ഒരു ബലാത്സംഗം തന്നെയായിരുന്നു കൊൽക്കത്തയിൽ യുവ ഡോക്ടർക്ക് ഉണ്ടായത്. ഇപ്പോൾ എല്ലാ രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുകയാണ് എന്താണ് ഇതിന്റെ വിധി ഉണ്ടാവുക. ഡോക്ടർക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്താ ശരി, പ്രതിക്ക് തൂക്കുകയർ ഉറപ്പാകുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞ കേസാണ്. വിധി എന്താകും എന്ന് ഇന്ന് അറിയാം. മറ്റു വാർത്തകളിലേക്ക്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയൻ ജീവനൊടുക്കിയ കേസിൽ കുറ്റാരോപിതനായ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവരുടെ